ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഇന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് എഴുന്നേറ്റ് താഴെ പോയത്. ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കമാണ്. അപ്പം ഞാൻ അവിടെ കിടത്തിയിട്ട് ഞാൻ പോയി. അപ്പോഴത്തേക്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുത്തു. ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ബ്രഷ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രഷൊക്കെ ആയതിനു ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞാൻ ഋഷി എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനകത്ത് എന്തായാലും ഞാൻ ഫുഡ് കൊടുത്തിരിക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോയി. അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കഴിച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകണമല്ലോ. അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ അതൊക്കെയാണ്. അമ്മയോട് സംസാരിച്ചിരുന്ന് ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായി. സ്കൂളിൽ ഞാനായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനും ആൻറ്റിയും ഉണ്ടായിരുന്നു. ഇന്നത്തെ എക്സാം വന്നിട്ട് ഹിന്ദി ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ പ്രീ കെ ജിക്ക് സ്കൂൾ അടച്ചു. KG 1 KG 2 പിന്നെ ഗ്രേഡ് 1 ഇവർക്ക് മാത്രമേ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. എക്സാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവരെ പ്ലേക്ക് കൊണ്ടുപോകാം, ലാസ്റ്റ് ഡേ അല്ലേന്ന് കരുതിയിട്ട് പ്ലേക്ക് കൊണ്ടുപോയി. അവർ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ലാസ്റ്റ് ഡേ അല്ലേ അങ്ങനെ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും ബൈ പറഞ്ഞു പോവാണ്. സന്തോഷമാണ് സ്കൂൾ അടയ്ക്കുകയല്ലേ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു തിരുമല കുശക്കോട് ക്ഷേത്രത്തിൽ പോകാമെന്ന്. ബാക്കി സ്റ്റാഫ് നേരത്തെ പോയി. ഞങ്ങളതിന് ശേഷമാണ് ഇറങ്ങിയത്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പോയപ്പം ക്യൂ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കയറി നിന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ക്യൂ അങ്ങ് മൂവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയപ്പോൾ തന്നെ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ആറാട്ട് സദ്യ ഉണ്ടാകാൻ എത്തിയിരിക്കുകയാണ്. ഇലയിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി, മാങ്ങ, നാരങ്ങ അച്ചാർ വന്നു. പച്ചടി, കിച്ചടി, പിന്നെ തോരനുണ്ടായിരുന്നു, കൂട്ടുകറി, അവിയൽ, പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴവും അതുപോലെ ബീട്രൂട്ട് കിച്ചടിയോ പച്ചടി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ പരിപ്പും കൂട്ടി ചോറ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ചൂടായിരുന്നു കേട്ടോ. അത് കഴിച്ച് തീരാൻ നമുക്ക് സമയം കിട്ടില്ല. അതിന് മുന്നേ പായസം വന്നു. പക്ഷേ ചോറ് തിന്ന് തീർക്കണമല്ലോ. അപ്പോൾ പായസം കഴിച്ചതിന് ശേഷം ചോറ് കഴിച്ചു. ഗ്യാപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോളിയും പായസവും വന്നു. അങ്ങനെ ഇന്നത്തോടുകൂടി സദ്യ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവാണ്. നേരത്തേനേക്കാളും സ്റ്റാൾസൊക്കെ വന്നിട്ടുണ്ട് അവിടെ അമ്പലത്തിൽ. നേരത്തെ 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ട്. അവസാനിക്കാറായല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ സ്കൂളിലേക്ക് പോവാണ്. ഭയങ്കര വെയിലായിരുന്നു. സ്കൂളിൽ പോയി പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് പോകാൻ പറ്റിയില്ല. ഒരു പശു കാരണം ഞാൻ പിന്നെ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിൽക്കുകയാണ്. പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരുത്തി. അമ്മ വന്നാണ് അതിനെ മാറ്റിയത്. അപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ ജ്യൂസ് കുടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ഋഷിയുടെ ഫ്രണ്ട്സ്. ഈ ഗ്യാങ്ങിൻ്റെ കൂടെ അങ്ങ് ജ്യൂസ് കുടിക്കാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്തെങ്കിലും കഴിക്കാമെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു പപ്പായ അരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണ്. അമ്മയൊക്കെ പുറത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഋഷിയും ടീമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പപ്പായൊക്കെ കഴിക്കുകയാണ്. ഞാനും പിന്നെ വിചാരിച്ചു ഒരു കഷ്ണം കഴിക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.